നമ്മളെല്ലാവരും ഒരു സ്റ്റോക്ക് ഇങ്ങനെ മുകളിലേക്ക് പറന്ന് കയറി പോകുന്നത് കാണുമ്പോൾ നമുക്കതിൽ എൻട്രി ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിക്കാറുണ്ട്. എന്തായിരുന്നു നമ്മുടെ പ്രോബ്ലം, അല്ലെങ്കിൽ എന്തു പറ്റി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രം: ബ്രേക്ക്ഔട്ട് കണ്ടെത്താൻ വൈകിപ്പോയി. അപ്പൊ പിന്നെ ഒരു ലേറ്റ് എൻട്രി എടുക്കുന്നതിലും നല്ലത് ആ ഒരു അവസരം ഒഴിവാക്കുന്നതാണ്. അത് വളരെ കറക്റ്റായ തീരുമാനമാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ആ ഒരു ബ്രേക്ക്ഔട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക്ഔട്ട് കണ്ടെത്താൻ എന്തുകൊണ്ട് താമസിച്ചു? ഇന്ന് നമുക്ക് അതിനുള്ള ഒരു പരിഹാരമാണ് 3 ട്രിക്കുകൾ ഒറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. വളരെ കുറച്ച് പേർക്ക് മാത്രം, ഒരു പക്ഷേ ഒരു 10% പേർക്ക് മാത്രം അറിയാവുന്ന 3 ട്രിക്കുകളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഇവിടുത്തെ പ്രോബ്ലം, നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ ഇത് തന്നെയാണ് സിഗ്നൽ എന്ന് പലപ്പോഴും തോന്നും. വില മെല്ലെ താഴ്ന്ന കാണുമ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആവും. യഥാർത്ഥ ബ്രേക്ക്ഔട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മളുടെ പ്രോബ്ലം. അതിനുള്ള പരിഹാരം പല രീതിയിലുണ്ട്. വോളിയം ഡിസ്കവറി. വലിയ വോളിയം ഇല്ലാത്ത ബ്രേക്ക്ഔട്ടുകൾ പലപ്പോഴും അങ്ങനെ ഫെയിലിയർ ആവാനാണ് സാധ്യതയുള്ളത്. നമുക്ക് വേണ്ടത് ഡെയിലി ആവറേജിനേക്കാൾ കുറഞ്ഞത് 1.5% വോളിയം, അതുപോലെ തന്നെ ഡെലിവറി പെർസെന്റേജ് 80% കൂടുതൽ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം 10K ഡെലിവറി ആണ് സാധാരണ നടക്കുന്നതെങ്കിൽ ഒരു 15K ഡെലിവറി വരുന്ന ഒരു ബ്രേക്ക്ഔട്ട് കാണുകയാണെങ്കിൽ അതൊരു നല്ല അവസരമാണ്. ആ ഒരു ദിവസം ടോട്ടൽ നടക്കുന്ന ട്രേഡ് ഒരു 16,000 അല്ലെങ്കിൽ 17,000 മാത്രമാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം അപ്രോക്സിമേറ്റ്ലി 80% ട്രേഡും ഡെലിവറിയാണ്. അപ്പം ആൾക്കാർ ഇനി ഒരു പോസിറ്റീവ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ആ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് കൺഫേം ചെയ്യാനുള്ള വഴികൾ നോക്കാം. ട്രയാങ്കിൾ പാറ്റേൺ വഴി മുമ്പേ കയറാം. അസെൻഡിങ് ട്രയാങ്കിൾ, ടോപ്പ് ഫ്ലാറ്റ്, ബോട്ടം പതിയെ കയറുന്നത് കാണുമ്പോൾ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പോടെ നമുക്ക് എൻട്രി എടുക്കാൻ കഴിയും. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ റിലയൻസിന്റെ ഒരു ചാർട്ടിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു 3 ഘട്ടങ്ങളായിട്ടാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ആ ഒരു ട്രയാങ്കിൾ ഡ്രോ ചെയ്യണം. ആ ബ്രേക്ക്ഔട്ട് ആവുന്ന ക്യാൻഡിൽ ക്ലോസ് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. മൂന്നാമതായിട്ട് സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുക. അടുത്ത സിംഗ് ലോയിലേക്ക് റിസ്ക് റിവാർഡ് 1:2 കുറയാതെ ഒരു സ്റ്റോപ്പ് ലോസും കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇയർലി എൻട്രി എടുക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് സെക്ടർ റൊട്ടേഷൻ മൂവ്മെന്റ് ആണ്. ഏത് സ്റ്റോക്കാണ് കയറുന്നത് എന്നറിയാൻ ഏത് സെക്ടറാണ് കയറുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ബാങ്ക് നിഫ്റ്റി ശക്തമായിരിക്കുമ്പോൾ PSU ബാങ്ക് പിന്നാലെ വരും. അതുപോലെ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി IT സ്ലോ ആയിട്ടിരുന്നപ്പോൾ TCS, ഇൻഫോസിസ് ഒക്കെ ഡൗൺ ആയിരുന്നു. അതേസമയം മെറ്റൽ ഇൻഡെക്സ് 3% ഉയർന്നു. അപ്പോൾ ഹിൻഡാൽകോയിലെ ആ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ബ്രേക്ക്ഔട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ബേസിക്കലി ഇതിലെ ട്രിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ NSE ഇന്ത്യയിലെ സെക്ടോറിയൽ ഇൻഡീസസ് ഹീറ്റ് മാപ്പ് നോക്കിയാൽ നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാവും ഏത് സെക്ടറാണ് ഗ്രീൻ ആയിട്ടുള്ളത്, ഏതാണ് റെഡ് ആയിട്ടുള്ളത്. വളരെ ഗ്രീനിഷ് ആയിട്ടുള്ള ആ ഒരു സെക്ടറിലെ ഏറ്റവും കുറഞ്ഞ ആ ഒരു ബീറ്റ സ്റ്റോക്ക് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ ബ്രേക്ക്ഔട്ട് ഉടനെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ട്രയാങ്കിൾ പോലെയുള്ള പാറ്റേണുകൾ കൂടി വരികയാണെങ്കിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അടുത്തായിട്ട് AI ആൻഡ് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രിഗർ നമുക്ക് കണ്ടെത്താം. ഒരു ഗോൾഡൻ റൂൾ ആണ്: വാർത്ത വരുന്നതിന് മുമ്പ് വിലയിൽ വലിയ മാറ്റമില്ലെങ്കിൽ വലിയ നീക്കം ഉടനെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. സൊമാറ്റോ തന്നെ ഒരു ഉദാഹരണമാണ്. Q4 റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് വോളിയത്തിൽ ഒരു കുറവ് സംഭവിച്ചു. റിസൾട്ട് വന്ന ദിവസം 6 times 174 എൻട്രി, 198 എക്സിറ്റ്. അത്തരത്തിൽ നമുക്ക് ആ ഒരു വിലയിലെ മാറ്റം കൂടി, അല്ലെങ്കിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ AI വെച്ചിട്ടുള്ള പല ബെനിഫിറ്റ്സും നമുക്കുണ്ട്. AI വെച്ചിട്ടുള്ള ഒരു ഫിനോളജി ട്രിക്കറിൽ AI ഇൻസൈറ്റ് ടാബ് പോസിറ്റീവ് സെന്റിമെന്റ്സ് സ്പൈക്ക് ഉണ്ടെങ്കിൽ ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യത ഒരു 65% ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ട്രെൻഡ് ലൈൻ, ടിക്കറ്റ് ടൈപ്പ്, സെന്റിമെന്റ് സ്കോറും നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഇൻസൈഡറിന്റെ സൂചനകൾ, അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ആ ഒരു പരിധി കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻസൈഡർ ട്രേഡിംഗ് നിയമവിരുദ്ധമാണ്, പക്ഷേ ഇൻസൈഡർ ഹിൻസ് നിയമപരമാണ്. ഉദാഹരണത്തിന് പ്രൊമോട്ടർ ബൾക്കായിട്ട് ബൈ ചെയ്യുന്നു. ബൾക്ക് ഡീൽസിൽ പ്രൊമോട്ടർ കമ്പനിയുടെ 1% വാങ്ങിയാൽ അടുത്ത ദിവസം 5 to 8% ഗ്യാപ്പ് അപ്പ് എക്സ്പെക്ടഡ് ആണ്. അപ്പൊ ആ ഒരു ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ബൾക്ക് ഡീൽസിന്റെ പേജ് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ പ്രൊമോട്ടർ FII, DII സെഗ്മെന്റ്സ് വേറെ നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ ചെയിനിൽ സഡൻ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്പൈക്ക്, അതുപോലെ തന്നെ പുട്ട് കോൾ റേഷ്യോ അനോമലി, ഇവയൊക്കെ ആ ഒരു മുന്നേറ്റത്തിന്റെ സൂചനയാണ്. ഇവയിൽ ഏതെങ്കിലും ഒരു മൂവ്മെന്റ് അങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു എൻട്രി എടുക്കാനുള്ള ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ ഇനിയും ഇതുപോലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് പ്ലാൻ. ആദ്യം എത്തുന്നവർക്കാണ് നല്ല ബെനിഫിറ്റ് ലഭിക്കുക. നമ്മളൊരു ട്രേഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ 9 മണിക്ക് തന്നെ NSEയുടെ പ്രീ മാർക്കറ്റ് നോക്കുക. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ നമ്മളൊന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ 9:15 തന്നെ ഓപ്പണിംഗ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഹൈ വോളിയം ബ്രേക്ക്ഔട്ട് സ്ക്രീൻ ഒന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു 9:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് ചാർട്ടിൽ ATMAക്ക് മുകളിൽ ക്രോസ് ഓവർ ആയാൽ നമുക്കൊരു ബൈ ഓപ്ഷൻ അവൈലബിൾ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മൊത്തത്തിൽ ഒരു ബൈയിങ് മൊമെന്റം നമുക്ക് അവിടെ കാണാൻ കഴിയും. താഴേക്കാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് മൊമെന്റം ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ പല ബ്രേക്ക്ഔട്ടുകളും ഫെയിൽ ആവുന്നത്? 2 കാരണങ്ങളാണ്. ഒന്നാമതായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വോളിയത്തിന്റെ കുറവാണ്. അതുപോലെ തന്നെ വളരെ നിയർ ബൈ ആയിട്ട് സ്റ്റോപ്പ് ലോസ് കൊണ്ട് വെക്കുന്നതാണ് അടുത്ത റീസൺ. അപ്പം അത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ പരമാവധി ഒഴിവാക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല പ്രീവിയസ് ഡേയും വളരെ നല്ല വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ മാത്രം കൃത്യമായിട്ട് എൻട്രി എടുക്കുക. അതുപോലെ തന്നെ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കരുത്. അതൊരു ചിലപ്പോൾ ഒരു നെഗറ്റീവ് ട്രാപ്പ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു ട്രാപ്പിൽ വന്ന് പെടാതിരിക്കാൻ ആ ഒരു സ്റ്റോപ്പ് ലോസ് വളരെ ക്ലോസ് ആയിട്ട് വെക്കാതിരിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഏരിയയിൽ എൻട്രി ചെയ്യാനും ശ്രമിക്കും. നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഇന്ന് പഠിച്ചത് ഹൈ വോളിയം പ്ലസ് ഹൈ ഡെലിവറി ഈസ് ഈക്വൽ ടു റിയൽ ബ്രേക്ക്. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ടേക്ക് അവേ പോയിന്റ്. ഇതുപോലെ തന്നെ അസെൻഡിങ് ട്രയാങ്കിളിൽ ഒരു ട്രെയിലിംഗ് എൻട്രി എടുക്കുക. സെക്ടോറിയൽ ഹീറ്റ് മാപ്പ് വഴി ഏർലി പിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏർലി എൻട്രി എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി, ഒരു കൺഫർമേഷൻ, ഇവയൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. സെന്റിമെന്റ്, പ്രൊമോട്ടർ ബൈയിങ്, പ്രീ മാർക്കറ്റ് സ്ക്രീൻ, ഇവയെല്ലാം ചേർത്താൽ നേരത്തെ എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് മുമ്പിലേക്ക് എത്തും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തു പോയത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് അറിയിക്കുക. അടുത്ത ഒരു സബ്ജക്ട് എന്തിനെ പറ്റിയാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. 1 day 5% ഇൻട്രാഡേ റിട്ടേൺ സ്ട്രാറ്റജി വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.